ഗായത്രി ഇപ്പൊ സിനിമയൊക്കെ കാണാറുണ്ടോ? പിന്നെ അത് കൊള്ളാം. പിന്നെ അല്ലാതെ അതിൽ വളരെ ഹൃദയസ്പർശിയായിട്ട് ഏതെങ്കിലും ഒരു സിനിമ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും? അത് സർ എനിക്ക് അത് അങ്ങനെ നിന്നൊരു മൂവി എനിക്ക് മണിച്ചിത്രത്താഴ് എത്ര കണ്ടാലും ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട്, ഒട്ടും വിഷമിക്കരുത്. ഇല്ല സർ. നാഗവല്ലി ആകാറുണ്ടോ? ചില സമയത്ത്. ഓക്കെ, എനിക്ക് തോന്നി. കാരണം മണിച്ചിത്രത്താഴാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയേ നാഗവല്ലി ആകാനുള്ള ഒരു ഇതുണ്ടോ എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു ബ്രദറേ ഉള്ളൂ, ഓസ്ട്രേലിയയിലാണ്. അപ്പം പുള്ളിയുടെ അടുത്ത് ആകാൻ പറ്റത്തില്ല. പിന്നെ അമ്മേന്റെ അടുത്താണോ? അമ്മയുടെ പേര് ബിന്ദു. ബിന്ദു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, കുടുംബവിളക്കിലൊക്കെ ഉണ്ട്. അമ്മയുടെ അടുത്ത് വേണമെങ്കിൽ ആകാം ഒരു ലിമിറ്റ് വരെ. പക്ഷെ അമ്മയും ചിലപ്പോ നാഗവല്ലി ആകും. അപ്പൊ നമുക്ക് അത് അവിടെ ഒന്നും നടക്കത്തില്ല. പിന്നെ അച്ഛന്റെ അടുത്ത് ചിലപ്പോ. പിന്നെ നമുക്ക് എപ്പോഴും നാഗവല്ലി ആകാൻ പറ്റുന്നത് only with your lover. അത് മാത്രമേ ഉള്ളൂ. പണ്ട് അതെ. പക്ഷെ ഇല്ല കേട്ടോ, ഞാൻ അധികം എനിക്ക് ദേഷ്യം വല്ലപ്പോഴേ വരാറുള്ളൂ. പക്ഷെ വന്ന നാഗവല്ലിയാണ്. എന്തിനായിരിക്കും വരുന്നത് അതെനിക്കറിയത്തില്ല. അത് അങ്ങനെ ഒരു കാര്യം ചെയ്യാം, പോകെ പോകെ ഞാൻ ഞോണ്ടി എടുത്തോളാം. എന്തിനാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഈ നാഗവല്ലി ആവുന്നുള്ളത് എപ്പോഴാ പുറത്ത് വരുന്നത്? എന്റെ തനി സ്വഭാവം സാർ പുറത്തിറക്കാനുള്ള. നമുക്ക് തുടങ്ങിയാലോ? യെസ് സർ. ഈ മുളകരച്ച അത് ആ സംഭവങ്ങളൊക്കെ കേട്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് തോന്നി, ഇത് കഴിക്കാനാണോ ഇഷ്ടം അതോ പാചകം ചെയ്യാനാണോ? പാചകം ചെയ്യാൻ പറ്റില്ല. അല്ല, ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അല്ല സർ, എനിക്ക് കുക്കിംഗ് തീരെ താല്പര്യമില്ലാത്തൊരു ഇല്ല. പക്ഷെ നന്നായി കഴിക്കും. അത് കണ്ടപ്പോൾ മനസ്സിലായി. അതിന്റെ അല്ലേ ഈ പാചകം ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത്? അതെന്തെനിക്ക് അറിയില്ല. എനിക്ക് ഇതുവരെ പാചകത്തിനോട് അങ്ങനെ നമുക്കൊരു ഇത് തോന്നണ്ടേ? കാരണം ഇതാ ഒരു ആഹാരം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇതെനിക്കൊന്ന് ഉണ്ടാക്കിയാൽ കൊള്ളാം എന്നൊരു ചിന്ത. ഞാൻ കേക്ക് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിയൽ, സാമ്പാർ, ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹീറോയിൻ ഇൻ മെമ്പർ രമേശൻ 9ാം വാർഡ്. എങ്ങനെ? ഞാൻ ഓഡീഷൻ വഴിയാണ് മെമ്പർ രമേശനിൽ കയറിയത്. ഞാൻ എന്റെ ആദ്യത്തെ മൂവി തൊട്ടും ഓഡീഷൻ ആണ്. ആദ്യത്തെ മൂവി ഏതാണ്? ലഡ്ഡു എന്ന് പറഞ്ഞ മൂവിയാണ്. ലഡ്ഡു, നല്ല പേര്. അതെ, കാരണം എൻട്രിക്ക് പറ്റിയ പേരാണ് ലഡ്ഡു. ലഡ്ഡു പോലൊരു പടം. ലഡ്ഡു പോലത്തെ. എങ്ങനെ? ആരാണ് ഡയറക്ടർ? അരുൺ ജോർജ് എന്നാണ്. ഏത് വർഷമായിരുന്നു അത്? 2017 ഷൂട്ടിംഗ് ചെയ്തത്. 70-ലോ? 17. ആണോ? അപ്പൊ 2017 ഷൂട്ട് ചെയ്തു. 18 റിലീസ്. അതെങ്ങനെയാ സിനിമ വന്നത്? ഓഡിഷൻ. അതും അമ്മയാണ് ആദ്യമായിട്ട് എന്റെ. അപ്പൊ അമ്മയാണ് ഇതിന്റെ പ്രചോദനം. കാരണം നീ സിനിമയിൽ അഭിനയിച്ചാൽ മതി, നീ പാചകം ചെയ്യണ്ട, നീ ഒന്നും വേണ്ട, പഠിക്കണ്ട. എവിടം വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി ഒക്കെ പാസ്. ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ ആണ്. ഇതെല്ലാം കളഞ്ഞിട്ടാണ് ഈ സിനിമ വന്നത്. അതെ. ഇപ്പൊ തോന്നുന്നുണ്ടോ തിരിച്ചു പോകണം? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി ഇവിടെ തന്നെ. അതെ, ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. പോണില്ല. ഇനി ഒരു ആള് കല്യാണം കഴിക്കാൻ വന്ന് സിനിമയൊക്കെ വിട്ടിട്ട് എന്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നീ നല്ല ഇതാണ്. അപ്പൊ ഈ 9ാം വാർഡിലാണ് ആകപ്പാടെ നമുക്കൊരു പേര് കിട്ടിയതല്ലേ? അതെ, 9ാം വാർഡിലൂടെയാണ് എനിക്ക് കൂടുതലും ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങിയത്. എങ്ങനെയാണ് ഈ തിരിച്ചറിഞ്ഞത്? അലരെ എന്നുള്ള പാട്ട് ഭയങ്കര അലരെ കൈലാസ് മേനൻ. അതെ, രണ്ടുപേരും കേട്ടെ. അലരെ. രാവേറെയായി ഇതളൂരമായി ചേരുന്നു ഞാനോ തനിയേ, പൂന്തേനുറങ്ങുന്ന പൂവിനുള്ളിലിതാ പൂക്കുന്നു മോഹം പതിയേ, നിന്നെ നുകരുമ്പോൾ അകമയലിയുമ്പോൾ 1000 ആനന്ദം വിരിയുമിനിയാവോളം എന്നിൽ ചേരുമീ നേരം ജന്മം ധന്യമാ. അലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ, പിരിയാതിന്നെന്നുമേ ജീവനേ. ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേക്കുമോ, ഹൃദയം നീറുമ്പോഴും ഇന്നെന്നുമേ.
ഗായത്രി നന്നായിട്ട് പാടുന്നുണ്ട്. അയ്യോ സാർ, കാരണം സാറിന്റെ വേറൊന്നുമല്ല, മുന്നിൽ പാടുമ്പോ എനിക്ക് ഇല്ല നമുക്ക് മനസ്സിലാക്കാം. കാരണം വേറൊന്നുമല്ല, ഈ ഇപ്പോഴത്തെ സിസ്റ്റം വെച്ചിട്ട് ഇത്രയും പാടിയാൽ മതി. മതി. കാരണം വേറൊന്നുമല്ല, ഇത് നമുക്ക് ട്യൂൺ ചെയ്യാം, ഓട്ടോ ട്യൂണിംഗ് ഉണ്ട്, റിതം ഇതുണ്ട്. പക്ഷെ ഒരു വിധമെങ്കിലും പാടണം, ഇല്ലേ പറ്റത്തില്ല. പക്ഷെ ഗായത്രി അത് പാടുന്നുണ്ട്. അയ്യോ താങ്ക് യു ഇത് ആ നോട്ട്സ് ഒക്കെ ഓഫ് നോട്ട്സ് ആണ്. അപ്പൊ ആ ഏരിയയിൽ ടച്ച് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ യു ഹാവ് ഗുഡ് ടാലന്റ്. വെരി ഗുഡ്. വാട്ട്സ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ജോജി? ജോജി ചേട്ടൻ വാസ്, ഞാൻ ടെൻഷനായിരുന്നു കൂടുതലും. ജോജി ചേട്ടൻ മറ്റേ സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പം ജോജി ചേട്ടൻ്റെ കൂടെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം സാർ ചേട്ടൻ ഇങ്ങനെ സെറ്റിലൊക്കെ വരുമ്പം ഞാൻ പോയി അങ്ങോട്ടും മിണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പം പൊറിഞ്ചു മറിയം ജ്യൂസ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പം സാറിൻ്റെ കൂടെ എനിക്കിങ്ങനെ ഒരു സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഒരുമിച്ച് സീനൊക്കെ ഉണ്ടായി. അപ്പം അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്ക്. കൂടുതലും ആ സമയത്ത് എനിക്ക് നന്നായി ചെയ്യണം, എനിക്ക് ജോജേൻ്റെ കൂടെ നിൽക്കണോ, അപ്പോൾ ജോജേൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നത് വലിയ കാര്യമാണ്, നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു അന്ന്. എനിക്ക് കൂടുതൽ ടെൻഷനായിരുന്നു, നെഞ്ചെടുപ്പ്, ഒരു 1.5 നെഞ്ചെടുപ്പായിരുന്നു അന്ന്. പക്ഷെ നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അഥവാ എന്താണ് പൊസിഷനൊക്കെ തെറ്റുന്ന സമയത്ത് കുറച്ചും കൂടെ അങ്ങോട്ട് വന്നോ, കുറച്ചും കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഡയറക്ടർ എൻ്റെ മെമ്പർ രമേശന്റെ സമയത്ത് ഏതോ ഒരെണ്ണം മാത്രം എന്തോ ഡയലോഗ് പറഞ്ഞ് തെറ്റിപ്പോയി. എന്ത് ഡയലോഗാണ്? അയ്യോ എനിക്ക് ഓർമ്മയില്ല. എന്തോ അതെ മെമ്പർ രമേശനിലായിരുന്നു അത്. അപ്പൊ അത് എന്തോ പറഞ്ഞത് തെറ്റിപ്പോയി. 2 പ്രാവശ്യം പറഞ്ഞപ്പോഴും തെറ്റി. അങ്ങനെ എനിക്കൊരു വഴക്ക് കിട്ടിയിട്ടുണ്ട്.